ആദ്യം CPM-ലെ സ്ത്രീലമ്പടന്മാരെ അദ്ദേഹം നിലയ്ക്ക് നിർത്തട്ടെ. സ്ത്രീകളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉന്നത പദവി നൽകുന്ന രീതിയുള്ളത് CPM-നാണ്. ഒരു മുൻ MLA 2 ആഴ്ചയായി അദ്ദേഹത്തിനെതിരെ ഒരു നടി പരാതി കൊടുത്തിട്ട് കൈവച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ വർത്താനം പറയുന്നത്, ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ച് നിൽക്കുന്ന ആളെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയാക്കിയ ആളാണ് ഈ വർത്താനം പറയുന്നത്. കേരളത്തിൽ സ്ത്രീപീഡനം ഉണ്ടാകുമ്പോഴൊക്കെ അവരെ പാർട്ടി കോടതിയിൽ വെച്ച് വിചാരണ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് ഈ വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത പാർട്ടിയാണ്. CPM എന്ത് നടപടിയെടുത്തു? ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, താങ്കളുടെ പാർട്ടിയിലാണ് കേരളത്തിലെ സ്ത്രീലമ്പടന്മാരിൽ ഭൂരിഭാഗവും ഉള്ളത് എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ഇതെന്റെ വാക്കുകളല്ല, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ വാക്കുകളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ വോട്ട് ചെയ്തിറങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് സ്ത്രീലമ്പടൻ എന്നുള്ളൊരു പദപ്രയോഗം നടത്തിയതിനെതിരെയാണ് രമേശ് ചെന്നിത്തല തന്റെ വാക്കുകൾ കടുപ്പിച്ച് മുഖ്യമന്ത്രിക്ക് നേരെ ഉതിർത്തത്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സ്ത്രീപീഡന കേസുകളിൽ പ്രമുഖ ഭാഗവും പരിശോധിച്ചു കഴിഞ്ഞാൽ CPM-ന്റെ സമുന്നതരായ നേതാക്കളോ അല്ല എന്നുണ്ടെങ്കിൽ അണികളോ പങ്കെടുത്ത കേസാണെന്ന് കാണാൻ സാധിക്കും. CPM-ന്റെ MLA-മാരും എന്തിന് മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇപ്പോഴും മന്ത്രിസഭയിലും പിണറായി വിജയന്റെ കാൽ കീഴിലുമെല്ലാം നടക്കുന്നുണ്ട്. അവരെ സംരക്ഷിച്ചിരിക്കുന്ന പിണറായി വിജയൻ പിന്നെ എങ്ങനെയാണ് കോൺഗ്രസിനകത്തുള്ള അരാജകത്വങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ യോഗ്യനായിരിക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല ചോദിച്ചത്. PK ശശിയും P ശശിയും A ശശീന്ദ്രനും മുകേഷ് MLA-യും തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ള ആളുകളുടെ പേരെടുത്ത് പറയാതെയാണ് രമേശ് ചെന്നിത്തല CPM-നകത്തുള്ള സ്ത്രീലമ്പടരെ കുറിച്ച് എടുത്തു പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീപീഡന കേസുകളിൽ ഇനിയും നിരവധിയായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നുള്ള മുഖ്യമന്ത്രിയുടെ സൂചന തന്നെ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ കുരുക്കുകൾ ഒരുങ്ങുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീലമ്പടനാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ സ്ത്രീലമ്പടന്മാരാണ് എന്നുള്ള പരാമർശത്തെ പൊളിച്ചടുക്കിക്കൊണ്ട് തന്നെയാണ് CPM-നകത്താണ് കേരളത്തിലെ ഭൂരിഭാഗം സ്ത്രീലമ്പടന്മാരും ലൈംഗിക പീഡന വിദഗ്ധന്മാരും നിലകൊള്ളുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല തുറന്നടിച്ചത്. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മുഖ്യമന്ത്രിക്കെതിരെയും CPM-നകത്തെ ബലാത്സംഗ വീരന്മാരെയും എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അഭിമുഖം നടത്തിയത്. രമേശ് ചെന്നിത്തലയുടെ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ആദ്യം CPM-ലെ സ്ത്രീലമ്പടന്മാരെ അദ്ദേഹം നിലയ്ക്ക് നിർത്തട്ടെ. സ്ത്രീകളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉന്നത പദവി നൽകുന്ന രീതിയുള്ളത് CPM-നാണ്. ഒരു മുൻ MLA 2 ആഴ്ചയായി അദ്ദേഹത്തിനെതിരെ ഒരു നടി പരാതി കൊടുത്തിട്ട് കൈവച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ വർത്താനം പറയുന്നത്, ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ച് നിൽക്കുന്ന ആളെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയാക്കിയ ആളാണ് ഈ വർത്താനം പറയുന്നത്. കേരളത്തിൽ സ്ത്രീപീഡനം ഉണ്ടാകുമ്പോഴൊക്കെ അവരെ പാർട്ടി കോടതിയിൽ വെച്ച് വിചാരണ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് ഈ വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത പാർട്ടിയാണ്. CPM എന്ത് നടപടിയെടുത്തു? സ്ത്രീലമ്പടന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയും അവർക്ക് പദവികൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് ഈ വർത്താനം പറയുന്നത്. 2 ആഴ്ചക്കാലം ഒരു പരാതി ഒരു നടി കൊടുത്തിട്ട് കൈവച്ചിരിക്കുകയായിരുന്നു. എന്താ അദ്ദേഹം പോലീസിന് ഫോർവേഡ് ചെയ്യാത്തത്? KPCC പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ അടുത്ത നിമിഷം അദ്ദേഹം ആ പരാതി DGP-ക്ക് കൊടുത്തു. അതാണ് ഞങ്ങളും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചെലവാകാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിടുമെന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ശബരിമലയിൽ നടക്കുന്ന കൊള്ള ഉന്നതന്മാരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിക്കാൻ പോകുന്ന കാര്യമാണ്. തന്നെയുമല്ല, മുഖ്യമന്ത്രി ജനങ്ങൾക്കൊരു നൽകിയ വാഗ്ദാനങ്ങൾ എവിടെയാണ് പാലിച്ചിട്ടുള്ളത്? നാടിനെന്ത് മാറ്റമാണ് ഉണ്ടായത്? കഴിഞ്ഞ 10 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ 10 വർഷങ്ങളല്ലേ? അദ്ദേഹം വീമ്പ് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ജനങ്ങൾ അതിന് തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പരിതാപകരമായ സ്ഥിതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനമാണ്. മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളെ ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ.
അദ്ദേഹം ജനങ്ങളുടെ പണം മുടക്കി വിദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുകയല്ലേ. അദ്ദേഹം നടത്തിയ വിദേശയാത്രകൾ മാത്രം എടുത്തിയാൽ മതിയല്ലോ എന്ത് പ്രയോജനം കേരളത്തിലുണ്ടായെന്ന് ആലോചിക്കാൻ. അതുകൊണ്ട് യഥാർത്ഥ നശീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും LDFുമാണ്. ജനങ്ങൾക്കൊരു പ്രയോജനം ചെയ്യാത്തൊരു ഗവൺമെൻറ്റാണിത്. അത് വ്യക്തമാകുന്നതിൻ്റെ പരിഭ്രാന്തിയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അല്ലല്ല, അതൊക്കെ പരിശോധിക്കട്ടെ, കോടതി ഉണ്ടല്ലോ, പരിശോധിക്കട്ടെ. ഇന്നലെ കോടതി അത് പരിശോധിച്ചാണല്ലോ ജാമ്യം കൊടുത്തത്. അപ്പം കോടതിയുടെ മുമ്പിലിരിക്കുന്ന വിഷയമല്ല, അത് കോടതി പരിശോധിക്കട്ടെ. അല്ല, അതെല്ലാം കോടതി പരിശോധിക്കേണ്ട വിഷയം, കോടതിയിലിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഏറ്റവും മാതൃകാപരമായ നടപടി സ്വീകരിച്ച പാർട്ടിയാണ് ഞങ്ങളുടേത്. ഞാനതാ പറഞ്ഞേ, 2 ആഴ്ചക്കാലം ഒരു പരാതി കിട്ടിയിട്ട്, ഒരു മുൻ MLA CPMൻ്റെ മുൻ MLAയുടെ പരാതി കിട്ടിയിട്ട് അത് മുഖ്യമന്ത്രി അടച്ച് പെട്ടി വെക്കുകയായിരുന്നല്ലോ. എന്താ നടപടി എടുക്കാഞ്ഞേ? പീഡനം നടത്തി എത്രയോ പേരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. ആ ഇരട്ടത്താപ്പ് മുഖ്യമന്ത്രിയുടെ ശരിയല്ല. എല്ലാവർക്കും ഒരേപോലെ ആകണം നിയമം ഒരുപോലെ ആകണം. പിള്ള നയം സ്വീകരിക്കുന്നത് ശരിയല്ല. അത് കേരളത്തെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഏതാ? അല്ല, അതെല്ലാം കോടതി പരിശോധിക്കട്ടെ. അത് നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ട വിഷയമല്ലല്ലോ. അത് കോടതി പരിശോധിക്കട്ടെ, കോടതി പരിശോധിച്ച് നടപടിയെടുക്കട്ടെ. രാഹുൽ മാക്കൂട്ടം ഇപ്പോൾ കോൺഗ്രസ്സിലില്ല, നമ്മുടെ പാർട്ടിയിലില്ല. നിങ്ങളുടെ പാർട്ടിയില്ലാത്ത ഒരാളിനെ പറ്റി ഞങ്ങൾക്ക് എന്ത് പറയാനാണ്?